കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനമൊഴിയുകയാണ്. പകരം വരുന്നത് കേരള ഗവർണറായി വരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന വ്യക്തിയാണ്. അതായത് ബീഹാറിലെ ഗവർണറാണ് ഇപ്പോൾ അദ്ദേഹം. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് വരുന്നത്. അർലേക്കർ എന്ന് പറയുന്നത് ഗോവാക്കാരനാണ്. അദ്ദേഹമാണ് ഇനി അടുത്ത നമ്മുടെ കേരളത്തിൻ്റെ ഗവർണറായി വരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ പോകുമ്പോൾ പകരം വരുന്നത് ആരാണ്? അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കേരള ജനതയ്ക്ക് താല്പര്യം കാണും. കാരണം ഏറ്റവും അധികം കേരളത്തിലെ സർക്കാരുമായി ഉടക്കി മുന്നോട്ട് പോയ ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. SFIക്കാർ അദ്ദേഹത്തെ സംഘി ഖാൻ എന്നാണ് വിളിച്ചിരുന്നത്. സംഘി ഖാൻ എന്ന് അല്ലാതെ അദ്ദേഹത്തിൻ്റെ സംഘി ആരിഫ് മുഹമ്മദ് ഖാൻ എന്നവർ വിളിച്ചില്ല. അവിടെയും അവർ ചില സെൻസറിങ് സ്വയം നടത്തുകയാണ് ചെയ്തത്. സംഘി ഖാൻ എന്നാണ് വിളിച്ചത്. മുഹമ്മദ് ഖാൻ എന്ന് വിളിച്ചാൽ സംഘി മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാലോ സംഘി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാലോ അതിനകത്ത് ഇടയ്ക്ക് ചില വാക്കുകൾ വരുന്നത് കൊണ്ട് അത് ആ വാക്കുകളെ വിഴുങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം SFIക്കാർ അങ്ങനെ സംഘി ഖാൻ എന്ന് വിളിച്ചിരുന്നത്. എന്തോ ആയിക്കോട്ടെ, നമ്മൾ എവിടെയും ശ്രദ്ധിച്ചാൽ അറിയാം, ഒരിടത്ത് പോലും അവർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘി എന്ന് പറഞ്ഞിട്ടില്ല. പകരം ഖാൻ സംഘി ഖാൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുമുള്ളൂ. അതവിടെ ഇരുന്നോട്ടെ. ഞാനിപ്പോൾ അർലേക്കറെ കുറിച്ചാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഈ വരുന്ന അർലേക്കർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബീഹാറിലെ ഗവർണർ ആരാണ്? ഈ ആരിഫ് മുഹമ്മദ് ഖാനെക്കാളും പ്രശ്നമുണ്ടാക്കാതെ മിണ്ടാതെ ഒരു ഗവർണർ മാത്രമായിട്ട് ഒരു ഒപ്പുവയ്ക്കാനുള്ള ഒരു മുദ്ര മാത്രം വയ്ക്കാനുള്ള ഒരാളായിട്ട് നിൽക്കുമോ, അതോ ആരിഫ് മുഹമ്മദിനെക്കാളും കുറച്ചും കൂടി ഒരുപടി കടന്നുള്ള ഒരു ഗവർണറായിട്ട് അദ്ദേഹം നിൽക്കുമോ? ഈ സംശയം ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനുമുണ്ട്. ഗവൺമെന്റിന് ആർലേക്കറെ കുറിച്ച് വ്യക്തമായ ചില വിവരങ്ങൾ ലഭിക്കുന്നുമുണ്ട്. ഇനി ആർലേക്കർ ആരെന്ന് നിങ്ങളോട് ഞാൻ പറയാം. പക്ക RSSകാരൻ. അത് പറയണേ ശരി. ആദ്യം RSSന്റെ പ്രചാരകനായിരുന്നു ഒരു കാലത്ത് ഈ അർലേക്കർ, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗോവയിൽ BJPക്ക് അക്കൗണ്ട് തുറന്ന വ്യക്തിയാണ് ഈ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്നതാണ്. 2002 അവിടെ BJP ആദ്യമായിട്ടൊരു നിയമസഭാ അംഗത്തെ വിജയിപ്പിക്കുന്നു. അത് അർലേക്കറാണ് അവിടെ നിയമസഭാ അംഗമായിട്ട് BJPയുടെ നിയമസഭാ അംഗമായിട്ട് ജയിച്ചു വരുന്നത്. അക്കൗണ്ട് തുറന്നത് ഈ അർലേക്കറാണ്. പിന്നീട് ആ ഗോവ BJPയുടെ ഭരണത്തിന് കീഴിലാവുന്നു. ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത്. ക്രൈസ്തവരുടെ പ്രധാന കേന്ദ്രമായിരുന്നു. അവിടെ മുഖ്യമന്ത്രിയാകുന്നതും മന്ത്രിമാരുമാകുന്നതും എല്ലാം ക്രൈസ്തവ സഭയിൽപ്പെട്ടവരായിരുന്നു. അങ്ങനെ ക്രൈസ്തവർക്ക് ഏകദേശം 70% പേർ ക്രൈസ്തവർ കഴിയുന്ന ഒരു നാടാണ് ഗോവ. ആ ഗോവയിൽ BJPക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനും ഭരണം പിടിച്ചെടുക്കാനും കഴിഞ്ഞതിൻ്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ഈ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പക്ക RSSകാരനാണ്. RSSന്റെ പ്രചാരനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ 1989 അദ്ദേഹം BJPയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതുവരെയും അദ്ദേഹം RSS പ്രവർത്തകനായിരുന്നു. ഇപ്പോഴും RSS ബന്ധം അദ്ദേഹത്തിന് ഉണ്ട്. പക്ഷേ ഇപ്പം BJP നേതാവാണ്. BJP നേതാവായിട്ട് അദ്ദേഹം കേന്ദ്ര മന്ത്രിയായിട്ട് വരുന്നു. അവിടെ ഗോവയിലെ മന്ത്രിയായിട്ട് വരുന്നു. ഒരു സമയത്ത് ഗോവയിലെ മുഖ്യമന്ത്രിയാകാൻ വരെ പരിഗണിക്കപ്പെടുകയും ചെയ്ത ആളാണ് ഈ അർലേക്കർ എന്ന് പറയുന്ന ആൾ. ഇനി അദ്ദേഹം എങ്ങനെ ആയിരിക്കും കേരളത്തിൽ പെരുമാറുക എന്നത് നമുക്കൊരു ഏകദേശം വിലയിരുത്തൽ നമുക്കിപ്പോൾ തന്നെ കിട്ടും. കാരണം സംഘി ഖാൻ എന്ന് വിളിച്ച SFIക്കാർ ആർലേക്കറെ ഇനി സംഘി അർലേക്കർ എന്ന് 10 പ്രാവശ്യം പറയേണ്ട അവസ്ഥ വരുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം 2021 ജൂലൈയിലാണ് ആദ്യമായിട്ട് ഗവർണറായിട്ട് ഹിമാചൽ പ്രദേശിലെ ഗവർണറായിട്ട് മാറുന്നത്. അതുവരെ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ വളരെ സജീവമായിരുന്നു. കേന്ദ്ര മന്ത്രിസ്ഥാനത്തും ഗോവയിലെ മന്ത്രിസ്ഥാനങ്ങളിലും ഒക്കെ സജീവമായി നിന്നിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ ഗവർണറാക്കി മാറ്റുന്നു. ഗവർണറായിട്ട് വരുന്ന 2021 ജൂലൈ അതിലാണ് അദ്ദേഹം ഈ ഹിമാചൽ പ്രദേശിലാണ് ഗവർണറായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് 2023 ഫെബ്രുവരി ആയപ്പോൾ അദ്ദേഹത്തിനെ ബീഹാറിലെ ഗവർണറാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ബീഹാറിലെ ഗവർണറാണ്. ബീഹാറിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ നിതീഷ് കുമാർ എന്ന് പറഞ്ഞ പ്രമുഖൻ, അറിയാമല്ലോ ആരാണ് നിതീഷ് കുമാർ എന്നുള്ളത്. ആ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നിതീഷ് കുമാറിനോട് ഒന്ന് ചകട കളിച്ച ആളാണ്, ഒന്ന് ഉടക്കിയ ആളാണ് ഈ അർലേക്കർ. അതും
സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തന്നെയാണ്. ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഉടക്കാൻ തുടങ്ങിയതും സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ തന്നെയാണ്. അവിടെ നിന്നാണ് അവർ തമ്മിലുള്ള ഉടക്ക് തുടങ്ങിയത്. നമുക്കറിയാം, കണ്ണൂരിലെ വൈസ് ചാൻസലറെ പുനർനിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കം അവസാനം എവിടെയെല്ലാം എത്തിയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാറുമായിട്ട് ബീഹാറിൽ ഗവർണറായിരിക്കുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരുത്തുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ആൾ അങ്ങനെ ഉണ്ടാവുകയും ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സർവകലാശാല ഭരണത്തിൽ കാര്യമായി ഇടാൻ ശേഷിയുള്ള ഒരാളാണ് ഈ അർലേക്കർ എന്ന് പറയുന്നത്. നിതീഷ് കുമാറിനെ പോലും ഒന്ന് വരച്ച വരയിൽ നിർത്താൻ ശേഷിയുണ്ടായിരുന്ന ആളാണ് അർലേക്കർ. അദ്ദേഹമാണ് ഇതാ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. ഇനി വരുന്ന 5 വർഷം അർലേക്കറുടെ ഭരണമായിരിക്കും. ക്രൈസ്തവരുമായിട്ട് ഏറ്റവും അധികം അടുപ്പ ബന്ധമുള്ള, കാരണം ഞാൻ പറഞ്ഞു, ഗോവയിലെ ക്രൈസ്തവ കേന്ദ്രത്തിൽ ഒരു BJP അക്കൗണ്ട് തുറക്കുകയും അവിടെ നിന്ന് BJPക്ക് ഭരണം പിടിച്ചെടുക്കാനും എല്ലാത്തിനും ഒരു പ്രധാന ഒരു ശില്പിയായിട്ട് നിന്ന അർലേക്കറാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭകളുമായിട്ട് എല്ലാം തന്നെ വളരെ അടുത്ത ബന്ധമാണ് ഈ അർലേക്കർക്കുള്ളത്. അടുത്ത 1 വർഷം കഴിയുമ്പോൾ കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ അർലേക്കർ കേരളത്തിലെ ഗവർണറായി വരുമ്പോൾ ക്രൈസ്തവരുമായിട്ട് ഇപ്പോൾ വളരെ അടുത്ത ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് BJP പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇത്രയധികം ക്രൈസ്തവരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഈ അർലേക്കർ കേരള ഗവർണറായി വരുന്നതിൽ നമ്മൾ ചില കാര്യങ്ങൾ, അക്കാര്യത്തിൽ ചില പൊളിറ്റിക്സുകൾ കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അർലേക്കർ എന്ന് പറയുന്ന ഗവർണർ കേരളത്തിൽ വരുന്നു കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഈ SFI പിള്ളേരിന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത്, നമുക്ക് കാത്തിരിക്കാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.